നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പെരുമ്പാവൂർ സ്ഥിതി ചെയ്യുന്ന കല്ലിൽ ഭഗവതി ഗുഹാക്ഷേത്രത്തിലാണ്. അപ്പം അതിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇനി അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളും കാഴ്ചകളും നമുക്ക് ആ ചെയ്യുന്നത് കാണാം. കേരളത്തിലെ എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിൽ മേദല എന്ന ഗ്രാമത്തിലാണ് കല്ലിൽ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 9-ാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ച കേരളത്തിലെ ഒരു പ്രശസ്തമായ ജൈന ക്ഷേത്രമായിരുന്നു കല്ലിൽ ക്ഷേത്രം. 28 ഏക്കർ വിസ്തീർണമുള്ള ഒരു കാട്ടിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഒരു വലിയ പാറയുടെ മുകളിൽ പണിത ഈ ക്ഷേത്രത്തിൽ എത്തുവാൻ 120 പടികൾ കയറണം. പെരുമ്പാവൂരിൽ നിന്നും 10 കിലോമീറ്റർ അകലെയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മുൻപ് കല്ലിൽ പിഷാരോടി കുടുംബത്തിന്റെ ഉടമസ്ഥതയിലായിരുന്നു ഈ ക്ഷേത്രം. ഇന്ന് പിഷാരത്ത് ദേവസ്വത്തിന്റെ കീഴിലാണ് ക്ഷേത്രം. ക്ഷേത്രത്തിന്റെ കവാടം കടക്കുന്നിടം മുതൽ പാറകൾ നിറഞ്ഞ വഴിയും ചെറിയ കാടുകളും കാണാം. മുകളിലേക്കു ചെല്ലും തോറും പാറക്കല്ലുകൾ കൂടുതൽ കാണപ്പെടുന്നു. ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിലേക്കുള്ള പടികൾ അത്രയും കരിങ്കല്ലിൽ തീർത്തതാണ്. പടികൾ കയറി ചെല്ലുമ്പോൾ കാണുന്ന ആനപ്പന്തലിന്റെ കരിങ്കല്ലിൽ തീർത്ത തൂണുകൾ ആരെയും അത്ഭുതപ്പെടുത്തും. പ്രദക്ഷിണ വഴിയിലും ശ്രീകോവിലിനു മുന്നിലും നിലത്താകെ കല്ലിന്റെ പാളികളാണ് പാകിയിരിക്കുന്നത്. ശ്രീകോവിലിനു മുന്നിലെ നമസ്കാര മണ്ഡപമാകട്ടെ മേൽക്കൂരയടക്കം മുഴുവനായും കരിങ്കല്ലിൽ തീർത്തതാണ്. ഭഗവതി ഇരുന്നരുളുന്ന ശ്രീകോവിൽ ഒരു പടുകൂറ്റൻ കല്ലിൽ ഉണ്ടായിരുന്നതോ നിർമ്മിക്കപ്പെട്ടതോ ആയ ഒരു ഗുഹയ്ക്കുള്ളിലും. ഗുഹാക്ഷേത്രമായതിനാൽ തന്നെ ക്ഷേത്രങ്ങളിലേതുപോലെ പ്രദക്ഷിണം ചെയ്യാം. എല്ലാ വർഷവും ക്ഷേത്രോത്സവം വൃശ്ചിക മാസത്തിലെ കാർത്തിക നാൾ മുതൽ 8 ദിവസം നടത്തുന്നു. അതായത് നവംബർ ഡിസംബർ മാസങ്ങളിലാണ് ഇത്. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയെ ഒരു പിടിയാനപ്പുറത്തിരുത്തി പ്രദക്ഷിണവും നടക്കുന്നു. കല്ലിൽ പിഷാരോടിയുടെ ജൈനമത പിന്മുറക്കാരായ ഒല്ലി സമുദായാംഗങ്ങൾ ജൈന ദേവന്മാരായ പാർശ്വനാഥൻ, മഹാവീരൻ, പത്മാവതി ദേവി എന്നിവരെ ഇവിടെ ആരാധിക്കുന്നു. കല്ലിൽ ക്ഷേത്രം ആരാധിപത്യ കാലത്തിനു മുൻപ് പ്രസിദ്ധമായ ഒരു ജൈന ഗുഹാക്ഷേത്രമായിരുന്നു. പിന്നീട് ബ്രാഹ്മണാധിപത്യ കാലത്തോടെ സങ്കല്പങ്ങളും പ്രതിഷ്ഠയും ബ്രാഹ്മണീകരിക്കപ്പെട്ടു. ഗുഹാക്ഷേത്രങ്ങളുടെ ഉത്ഭവം ജൈനമതം നിലനിന്നിരുന്ന കാലത്താണ്. 9-ാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ച കേരളത്തിലെ ഒരു പ്രശസ്തമായ ജൈന ക്ഷേത്രമാണ് കല്ലിൽ ഭഗവതി ക്ഷേത്രം. ദുർഗയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. ഒരു പാറ തുരന്നുണ്ടാക്കിയ ഗുഹയിലാണ് ഭഗവതി പ്രതിഷ്ഠ. പഞ്ചലോഹ കവചം കൊണ്ട് വിഗ്രഹം മൂടിയിരിക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ ജൈനമതത്തിലെ യക്ഷിയായ പത്മാവതിയുടെ വിഗ്രഹമാണ്. ബ്രഹ്മാവിന്റെ വിഗ്രഹം ഈ പാറമലയ്ക്കു മുകളിൽ കൊത്തിയുണ്ടാക്കിയിരിക്കുന്നു. ബ്രഹ്മാവിന്റെ കൂടെ ശിവനും വിഷ്ണുവും കൂടിയിരിക്കുന്നു. അതുകൊണ്ട് ശിവനും വിഷ്ണുവും ഒപ്പം ബ്രഹ്മാവിനെയും ഇവിടെ പൂജിക്കുന്നു. ഒരു വലിയ പാറയുടെ മുകളിൽ പണിത ഈ ക്ഷേത്രത്തിൽ എത്തുവാൻ 120 പടികൾ കയറണം. ക്ഷേത്രത്തിന്റെ ശ്രീകോവിലുകളിലേക്കുള്ള പടികൾ അത്രയും കരിങ്കല്ലിൽ തീർത്തതാണ്. അടുത്ത കാലം വരെയും ഉച്ച
ഉച്ചപൂജയോടെ പൂജകൾ അവസാനിച്ച് മധ്യാഹ്നത്തോടെ നടയടയ്ക്കുന്ന പതിവായിരുന്നു ക്ഷേത്രത്തിന്. രാത്രികാലങ്ങളിൽ മേൽശാന്തിക്ക് കാടിനു നടുവിലുള്ള ക്ഷേത്രത്തിലെത്തി പൂജകൾ നിർവഹിക്കുന്നതിനുള്ള വിഷമത പരിഗണിച്ചായിരുന്നിരിക്കാം ഇത്. അന്നാളുകളിൽ സന്ധ്യാപൂജകൾ കല്ലിൽ ക്ഷാരത്ത് തന്നെ നിർവഹിക്കപ്പെട്ടു പോന്നു. എന്നാൽ ഏതാനും വർഷങ്ങളായി ഉച്ചപൂജയ്ക്ക് ശേഷം നടയടയ്ക്കുന്ന ക്ഷേത്രം സന്ധ്യയോടെ ദീപാരാധനയ്ക്കായി വീണ്ടും തുറക്കുന്നു. അത്താഴ പൂജയ്ക്കു ശേഷം 7:30 പൂജകൾ അവസാനിച്ച് നടയടയ്ക്കുന്നു. ഈ പൂജാക്രമം നിലവിൽ വരുന്നതിനു മുൻപ് വൃശ്ചിക മാസത്തിലെ കാർത്തികയ്ക്ക് കൊടിയേറുന്ന തൃക്കാർത്തിക മഹോത്സവ നാളുകളിൽ മാത്രമേ ദീപാരാധന തുടങ്ങിയ സായാഹ്ന പൂജകൾ പതിവുണ്ടായിരുന്നുള്ളൂ. ക്ഷേത്രത്തിൽ ഇടിതൊഴൽ എന്നൊരു വഴിപാടുമുണ്ട്. വ്രതമനുഷ്ഠിച്ച മാരാർ വാദ്യമേളങ്ങളോടെ ഉണക്കലരി, വെറ്റില, പാക്ക്, ചുണ്ണാമ്പ്, മഞ്ഞള് എന്നീ സാധനങ്ങൾ ഉരലിലിട്ട് ഇടിച്ച് ഉണ്ടാക്കുന്ന കൂട്ട് ദേവിക്ക് സമർപ്പിച്ച് ഭക്തജനങ്ങൾക്ക് പ്രസാദമായി നൽകുന്നു. ഇത് വർഷത്തിലൊരിക്കൽ വൃശ്ചിക മാസത്തിലെ കാർത്തിക നാളിൽ മാത്രമേ പതിവുള്ളൂ. സാധാരണ ദിവസങ്ങളിൽ വഴിപാടുകൾ നടത്തിവരുന്നുണ്ട്. ദുർഗയാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. ഒരു പാറ തുറന്നുണ്ടാക്കിയ ഗുഹയിലാണ് ദേവി പ്രതിഷ്ഠ. ക്ഷേത്രത്തിലെ തന്ത്രി നെടുമ്പുള്ളി തരണനെല്ലൂർ മനയ്ക്കലേക്കാണ്. നേരത്തെ കല്ലിൽ പിഷാരടി കുടുംബം വകയായിരുന്നു ഈ ക്ഷേത്രം. പിന്നീട് തിരുവനന്തപുരത്തുള്ള ചെങ്കോട്ടക്കോണം ശ്രീരാമദാസാശ്രമം ക്ഷേത്രഭരണം ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ശേഷം പിഷാരത്ത് ദേവസ്വം ഭരണം നിർവഹിച്ചു തുടങ്ങി. പ്രാചീന കേരളത്തിലെ ഈശ്വരാരാധനയ്ക്ക് ഇന്നും ജീവിക്കുന്ന പ്രമാണമായി കല്ലിൽ ഗുഹാക്ഷേത്രം നിലകൊള്ളുന്നു. മേദല എന്ന ഗ്രാമപ്രദേശത്തിലെ ജനവാസ സ്ഥലങ്ങളിൽ നിന്നെല്ലാം അകന്ന് ഒരു കുന്നിൻ മുകളിലാണ് ഈ കല്ലമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഭീമാകാരമായ ഒറ്റക്കല്ലിൽ ഗുഹാക്ഷേത്രം. ആ കല്ലാകട്ടെ എങ്ങും നിലം തൊട്ടതായി കണ്ടെത്താനാകുമില്ല. സഹസ്രാബ്ദങ്ങൾക്കു മുമ്പുണ്ടായിരുന്ന സാംസ്കാരിക സൗഭാഗ്യത്തിലേക്ക് വെളിച്ചം വീശുന്ന ശില്പ സൗകര്യം ഇതിന്റെ പ്രത്യേകതയാണ്. മറ്റു പല ദേവാലയങ്ങളിൽ നിന്നും അനുഷ്ഠാനങ്ങളിലും പൂജാക്രമങ്ങളിലും ഉള്ള വ്യത്യസ്തതകൾ വിദൂര ഭൂതകാലത്തിലെ സാംസ്കാരിക സവിശേഷതകളിലേക്ക് വിരൽ ചൂണ്ടുന്നു. തിരക്കേറിയ ആധുനിക ജീവിത ചക്രങ്ങൾക്കിടയിൽ വാനപ്രസ്ഥ സുഖം തേടുന്നവർക്ക് ഉചിതമായ സന്ദർശന കേന്ദ്രമാണ് ഈ ദേവീപദം. പഞ്ചലോഹ കവചം കൊണ്ട് ദേവീ വിഗ്രഹം മൂടിയിരിക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ ജൈനമതത്തിലെ ഋഷിയായ പത്മാവതിയുടെ വിഗ്രഹമാണ്. കല്ലിൽ ഭഗവതി ക്ഷേത്രത്തിലെ വിശേഷങ്ങളും അത്ഭുതകരമായ കാഴ്ചകളും എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.